യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. परमेश्वर के नाम की महिमा होने पाए। प्रभु यीशु मसीह के नाम में आप सभी को तहे दिल से मैं स्वागत अभिनंदन करता हूँ। ഈ ദുംഗർപൂരിൽ കടന്നു വരുവാനും ദൈവമക്കളോട് ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാനും കർത്താവെ ഇങ്ങനൊരു അവസരം ഒരുക്കിക്കൊണ്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം. और डूंगरपुर में आकर आप सभी के साथ में संगति करने का एक अवसर परमेश्वर ने मेरे जीवन में दिया, उसके लिए मैं प्रभु को धन्यवाद देता हूँ। പ്രിയ കർത്തദാസനോടും കുടുംബത്തോടും കൂടെ ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കൂട്ടായ്മ പങ്കിടുവാൻ ദൈവം സഹായിച്ചു. എല്ലാ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर के दास और उनके परिवार और कलीसिया के तमाम लोगों के साथ में मिलकर संगति का यह अवसर जो प्रभु ने हमें दिया, उसके लिए मैं परमेश्वर को धन्यवाद देता हूँ। प्रभु आने वाले दिनों में हम सभी को और अधिक आशीषित करने पाए। കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഞങ്ങളെ ഈ ദേശത്തെ സ്തോത്രം ജനത്തിനായി പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ആണ് കടന്നു വന്നിരിക്കുന്നത്. और हम इन क्षेत्रों में प्रार्थना में समय को व्यतीत करने के लिए इन दिनों में आए हैं। സ്തോത്രം പ്രാർത്ഥനയാലാണ് എല്ലാ കാര്യങ്ങളും സാധ്യമായി തീരുന്നത്. प्रार्थना के द्वारा सब कुछ संभव है। പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം സ്തോത്രം അനേക ക്രിസ്തീയ വിഭാഗങ്ങൾ ഉയർപ്പിൻ്റെ ദിനമായാണ് ആചരിക്കുന്നത്. और विशेषकर आज का दिन यीशु मसीह के पुनरुत्थान के दिन के रूप में विश्व मसीह समुदाय मनाता है। എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കറിയാം നമുക്ക് എല്ലാ ദിവസവും പുനരുത്ഥാനത്തിന്റെ ദിവസമാണ്. लेकिन जब हमने उद्धार पाया, हम उद्धार पाए हुए लोग जानते हैं हमारे लिए हर दिन पुनरुत्थान का दिन है। यीशु मसीह के जिलाए जाने की सामर्थ को अनुभव करके बढ़ने का दिन है। കർത്താവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്ന വേദഭാഗമാണ് സ്തോത്രം വെളിപ്പാട് 5:9 और प्रकाशित वाक्य 5:9 प्रभु यीशु मसीह के पुनरुत्थान के बारे में एक स्पष्ट चित्रण प्रतीत करता है। അവിടെ പറയുന്നുണ്ട്, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രങ്ങളിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. प्रकाशित वाक्य 5वां अध्याय उसका 9वां पद, तू इस पुस्तक के लेने और इसकी मुहरे खोलने के योग्य है, क्योंकि तूने वध होकर अपने लहू से हर एक कुल और भाषा और लोग और जाति में से परमेश्वर के लिए लोगों को मोल लिया है। നമ്മുടെ കർത്താവായ യേശുനാഥൻ ഈ ലോകത്തിലെ സകല ജനതയെയും തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഹല്ലേലൂയ ഓർമ്മയാണ് നമ്മൾ ഉയർപ്പി കാണുന്നത്. और प्रियो, इस संसार के हर एक व्यक्ति जीवनों के लिए यीशु मसीह ने अपना खून बहाया, उस बात को स्मरण करते हुए आज की सुबह हम यहाँ पर हैं। നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തതിന് ശേഷം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എല്ലാവരെയും എന്റെ ശിഷ്യരാക്കുവിൻ എന്ന് പറഞ്ഞു. और यीशु मसीह मृतकों में से जी उठने के बाद में चेलों को उसने इस प्रकार से कहा, स्वर्ग और पृथ्वी का सारा अधिकार मुझे दिया गया है, इसलिए तुम जाओ और अन्य लोगों को चेले बनाओ। യഥാർത്ഥമായി ഉയർപ്പിന്റെ സത്തയും സത്യവും ഉൾക്കൊള്ളാതെ ഇതൊരാചാരമാണെങ്കിൽ അത് ആചാരമായി അവശേഷിച്ചു പോകും. प्रियो, यदि मेरे और आपके व्यक्तिगत जीवन में यीशु मसीह के जिलाए जाने का या पुनरुत्थान की सामर्थ का हमने व्यक्तिगत अनुभव नहीं किया तो यह केवल एक औपचारिकता बनकर यह दिन रह जाएगा। എന്നാൽ യഥാർത്ഥമായി ഉയർപ്പിന്റെ സത്യം ഹൃദയത്തിൽ ഉൾക്കൊണ്ട ഒരു വ്യക്തി അവൻ പുനരുത്ഥാനത്തിൽ ജീവിക്കുകയും തന്നെ. लेकिन प्रियो, वास्तविकता में पुनरुत्थान की सामर्थ को अनुभव पाया हुआ एक व्यक्ति उस पुनरुत्थान की सामर्थ में प्रतिदिन जीवन को व्यतीत करेगा। 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യമാണ് ഇന്ന് ദൈവവചന ധ്യാനത്തിനായി കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്. पहला कुरिन्थियों 7वां अध्याय उसका 23वां पद आज के वचन मनन के लिए मैं पढ़ना चाहूंगा। तुम दाम लेकर मोल लिए गए हो, मनुष्यों के दास न बनो। ആമേൻ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ ശക്തി അങ്ങയുടെ ജനത്തിൽ ജീവനായി പരിണമിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. तुम दाम देकर मोल लिए गए हो, तुम्हें किसी ने खरीदा है। ഹല്ലേലൂയ. ആരാണ് വിലയ്ക്ക് വാങ്ങിയത്? किसने हमें खरीदा है? നമ്മുടെ കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. हमारे परमेश्वर ने हमें मोल लिया है। വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. और हमें मोल लिया गया है, वहां पर दो बातें महत्वपूर्ण हैं। ഒന്ന്, നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ ഒരാൾ വേണം,
അടുത്തത് നാം വിൽക്കപ്പെടുകയും ചെയ്യും. पहला हमें खरीदने के लिए कोई खरीदार होना चाहिए, दूसरा हम बिकने के लिए हमारे अंदर कुछ होना चाहिए. എന്തുകൊണ്ടാണ് നാം നമ്മെ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നത് നമ്മുടെ ഉടമസ്ഥനെ? और हमें हमारा जो स्वामी क्यों हमें मोल देकर खरीदना पड़ा? കാരണം നാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ശത്രുവിന് അടിമയായി തീർന്നു. അതുകൊണ്ടാണ് നമ്മളെ വീണ്ടും അവിടത്തേക്ക് വില കൊടുത്ത് വാങ്ങേണ്ടി വന്നത്. पाप में जीवन व्यतीत करने के कारण, पाप के फलस्वरूप हम शत्रु के अंधकार के अधीनता में हम चले गए थे, इसलिए वहां से मोल देकर हमें खरीदा गया. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് ദൈവത്തിന്റെ സഭ. और वचन हमें सिखाता है कि कलीसिया यीशु मसीह के लहू के द्वारा खरीदी गई है. कलीसिया അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ തന്റെ കൂടെയുള്ള സഹോദരങ്ങളോട് പറയുക, നമ്മുടെ കർത്താവ് രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സഭയെ അല്ലേ നിങ്ങൾ പരിപാലിച്ചു കൊള്ളണം. और प्रेरितों के कार्य उसके 20वें अध्याय में इस बात को हम देखते हैं कि कलीसिया जिसे लहू मोल देकर खरीदा गया है, तुम उसका ध्यान रखना. ഒരു വസ്തുവിന്റെ മൂല്യം ഹല്ലേലൂയ അളക്കുന്നത് അതിന് എന്ത് വില കൊടുത്തു എന്നുള്ളതിലാണ്. किसी भी वस्तु की कीमत, उसके लिए कितना धन दिया गया, उस बात पर अंदाजा लगाया जाता है. സ്വന്തം നമ്മൾ പല സാധനങ്ങളും അല്ലെ ചെറിയ തീരെ വലിപ്പം കുറഞ്ഞ സാധനമായിരിക്കും, പക്ഷെ അതിന് എത്ര വില കൊടുത്തു എന്നുള്ളതനുസരിച്ച് അതിന്റെ മൂല്യം ഇരിക്കുന്നത്. और किसी वस्तु के आकार के आधार पर नहीं, छोटा बात हो सकती है, बड़ी बात हो सकती है, लेकिन कितना अधिक धन आपने दिया उसके आधार पर उसका मोल लगाया जाता है. അതിന്റെ രൂപവും ഭാവവും ഒന്നും അല്ല അതിന്റെ മൂല്യം തെളിയിക്കുന്നത്. അതിന്റെ മൂല്യം തെളിയിക്കുന്നതിന് അതിന് എത്ര വില കൊടുത്തു വാങ്ങി എന്നുള്ളതാ. और वह किस रंग का है, किस आकार का है, वह नहीं, लेकिन आपने कितना दाम चुकाया, वह उस वस्तु की कीमत को बताता है. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, എന്റെയും നിന്റെയും ഹല്ലേലൂയ മൂല്യം എന്ന് പറയുന്നത് ആരതിനു വേണ്ടി എന്ത് വില കൊടുക്കുന്നു എന്നതിലാണ്. प्रियो, मेरे और आपके जीवन का मूल्य इस बात से तय किया जाता है कि उसके लिए अन्य कोई व्यक्ति कितनी कीमत अदा करता है. ചിലർ പറയും, അയ്യോ ഞാൻ പുഴുവാണ്, ഞാൻ നിറയ്ക്കുന്ന കൃപയാണെന്നൊക്കെ പറയും. അതൊക്കെ നല്ലതാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടിയിട്ട വില എന്ന് പറയുന്നത് ഈ അഖിലാണ്ടത്തിന്റെ ഉടയവന്റെ പുത്രന്റെ ജീവന്റെ വിലയാണ്. प्रियो, मुझे और आपको समझना है, वचन में एक भाग में लिखा है कि मैं एक कीड़े के शरीर का एक मनुष्य हूं. वह अपने जगह में सही है, लेकिन एक बात समझना है, मेरी और आपकी जो कीमत परमेश्वर ने जो तय की है, इस पूरे संसार के धन से बढ़कर अधिक कीमती परमेश्वर की नजर में मैं और आप है, जो यीशु मसीह के लहू के वसीले से छुड़ाए गए हैं. നിന്റെ കുടുംബം നിനക്കിടുന്ന വിലയല്ല, നിന്റെ നാട്ടുകാർ നിനക്കിടുന്ന വിലയല്ല, നിന്റെ ജോലി സ്ഥലത്ത് നിനക്കിടുന്ന വിലയല്ല. അവർ ചിലപ്പോൾ നിന്നെ നീചനെന്ന് പറഞ്ഞേക്കാം, അവർ നിനക്ക് വിലയില്ലെന്ന് പറഞ്ഞേക്കാം, സഹോദരി നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞേക്കാം. എന്നാൽ ദൈവം തന്നെ പുത്രനെയാണ് തനിക്ക് വേണ്ടി വിലയായി തന്നിരിക്കുന്നത്. प्रिय, हो सकता है हमारे परिवार में हमारा स्थान नहीं होगा, हम जहां रहते हैं वहां अन्य लोगों के सम्मुख हमारा कोई मान नहीं होगा, लेकिन आज की सुबह प्रिय भाई, प्रिय बहन, आपके जीवन को देखकर कहना चाहेंगे, स्वर्ग ने आपके लिए जो कीमत तय की थी वह थी पुत्र का लहू. ഈ ലോകം നിന്നെ അളക്കുവാൻ നീ സമ്മതിക്കരുത്. यह संसार तुझे कम आके उस पे तू उलझना मत. ഈ ലോകത്തിന്റെ വാക്കുകൾ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടരുത്. यह संसार के लोग आपको देखकर क्या कहते हैं, वह आपके जीवन को इधर उधर झकोरने न पाए. കർത്താവിന്റെ ശിഷ്യന്മാർ വെറും മൂക്കുവരായിരുന്നു, എന്നാൽ അവർ ഇറങ്ങിയപ്പോൾ അവരെ ആര് വിലയ്ക്ക് വാങ്ങിയെന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് ന്യായാധിപന്മാരുടെ മുമ്പിൽ അവർ ധൈര്യത്തോടെ നിന്നു. यीशु मसीह के जो चेले थे वे मछुआरे थे, लेकिन उनको ये समझ में आ गया था कि किसने उन्हें मोल लिया है. और वही कारण है जब उनको न्यायियों के सामने खड़ा किया गया, वे हिम्मत के साथ में, हियाव के साथ में वे वहां पर खड़े रहे. വലിയ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ വലിയ തിയോളജിയന്മാരാണ്, പഠനമുള്ളവരാണ്, അധികാരമുള്ളവരാണ്. എന്നാൽ അവർ അത്ഭുതപ്പെട്ടു പോയത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, സാമാന്യ വിദ്യാഭ്യാസമില്ലാത്ത ഇവർ
ധൈര്യത്തോടെ സംസാരിക്കുന്നു എന്നതിലാണ്. और हम देखते हैं कि पुराने नियम के जो नए नियम के अंदर महापुरोहित और याजक और शास्त्री लोगों के सामने जब इन छेलों को जो मछुआरे थे जब वे खड़े हुए और उनकी बातों से महापुरोहित और याजक और शास्त्री लोग आश्चर्यचकित हो गए, क्योंकि उनके अंदर एक ऐसा हिम्मत था, एक ऐसा साहस था जो उनको अलग स्तर पर खड़ा कर रहा था. അവരുടെ ധൈര്യം കണ്ടിട്ട് അധികാരികൾ ഭയപ്പെട്ടു. उनकी हिम्मत को देखकर अधिकारी लोग भी डर गए. ഈ നാളുകളിൽ സാത്താൻ ചെയ്യുന്ന എന്നാന്നറിയാമോ? ജനത്തിന്റെ ധൈര്യം ചോർത്തിക്കളയുക. इन दिनों में शैतान क्या कर रहा है? हमारे अंदर भय को डाल रहा है, हमें अंदर ही अंदर कमजोर कर रहा है. ദൈവമക്കളുടെ ധൈര്യം ചോർന്നു പോയാൽ അവരെ പിന്നെ അല്ല മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളുകയില്ല. क्योंकि अगर हम डर गए, हम कमजोर पड़ जाएंगे, फिर हमारे जीवन से अधिक लाभ नहीं हो पाएगा. നമ്മുടെ ധൈര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നമ്മുടെ ഒരു പ്രവൃത്തിയുമല്ല, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ തന്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി വില കൊടുത്തു. प्रियो, मेरे और आपकी हिम्मत का कारण क्या है? मेरे लिए और आपके लिए यीशु मसीह ने कलवरी के क्रूस पर अपने शरीर के आखिरी बूंद लहू को भी मेरे लिए और आपके लिए दे दिया. वह बात हमारी हिम्मत का विषय है. ഞങ്ങളുടെ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്തൃമേശം നടത്തപ്പോൾ അദ്ദേഹം പറയും, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഞാൻ ഒരുവൻ മാത്രമേ ഉള്ളെങ്കിലും എൻ്റെ യേശു എനിക്ക് വേണ്ടിയും കാൽവരി ക്രൂശിൽ മരിക്കും. और प्रभु भोज के समय हमारे प्रभु के दास सेवक अक्सर इस प्रकार से कहते हैं, इस संसार में अगर मैं अकेला एक व्यक्ति होता तो मेरे लिए भी यीशु मसीह अपना लहू क्रूस पर मेरे लिए भी बहाता. നമ്മൾ പലപ്പോഴും യേശുവിന്റെ രക്ഷയെ കോമണായിട്ടാ കാണുന്നത്. എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിന്റെ രക്ഷ വ്യക്തിപരമാണ്, പേഴ്സണൽ ആണ്. നിനക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു, നിനക്ക് വേണ്ടി ഉടയ്ക്കപ്പെട്ടു. സഹോദരാ, നിനക്ക് വേണ്ടി മാത്രം അത് നീ വിശ്വസിക്കണം. और अक्सर हम यीशु मसीह के उस लहू बहाने को या यीशु मसीह की उस मृत्यु को हम एक सभी के लिए कर हम छोड़ देते हैं, लेकिन पवित्र आत्मा कह रहा है व्यक्तिगत रीति से मेरे लिए आपके लिए यीशु ने जन्म लिया, यीशु क्रूस पर मारा गया, यीशु का लहू बहाया गया मेरे लिए, व्यक्तिगत मेरे लिए. आज की सुबह उस महत्व को मुझे और आपको समझना है. ഹല്ലേലൂയ, പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, രക്ഷയുടെ വ്യക്തിപരമായ അനുഭവം നമുക്കില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ജയകരമായ ജീവിതം നയിക്കാൻ കഴിയുകയില്ല. प्रियो, उद्धार का एक व्यक्तिगत अनुभव मेरे और आपके पास में नहीं है तो इस संसार में एक जयवंत मसीही जीवन हम नहीं बिता पाएंगे. അല്ല, 2 കൊരിന്ത്യർ 8:5 ഇപ്രകാരം പറയുന്നുണ്ട്. दूसरा कुरिन्थियों 8:5 में हम इस प्रकार से देखते हैं. ഹല്ലേലൂയ, അവിടെ പൗലോസ് പറയാണ്, നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളെ തന്നെ കർത്താവിന് വേണ്ടി ദൈവേഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. दूसरा कुरिन्थियों 8वां अध्याय उसका 5वां पद, और जैसी हमने आशा की थी वैसी ही नहीं, वरन उन्होंने प्रभु को फिर परमेश्वर की इच्छा से हमको भी अपने आप को दे दिया. ഇത് വിലയ്ക്ക് വാങ്ങി എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ സാന്നിധ്യം എന്ന് പറയുന്നത് സ്തോത്രം, ഒരുവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി, അടുത്തത് നാം വിൽക്കപ്പെട്ടു എന്ന ബോധ്യമാണ്. और दूसरी बात जो हमें समझना है, पहला किसी ने हमें खरीदा और दूसरा हम बिक चुके हैं, किसी ने हमें मोल ले लिया है, वह यकीन हमें होना चाहिए. ഈ ആദ്യത്തെ ഭാഗം വിശ്വസിക്കുന്നവരും രണ്ടാമത്തെ ഭാഗം അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ ക്രിസ്തീയ ജീവിതം ശൂന്യമായി പോകും. आप शायद पहला भाग विश्वास करते होंगे कि यीशु मसीह ने हमें मोल ले लिया, लेकिन दूसरा भाग कि मैं बिक चुका हूं, अब मेरा स्वामी कोई और है, यदि उस पर आप विश्वास नहीं करोगे तो आपका मसीही जीवन पराजय में रहेगा. അല്ലെങ്കിൽ യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നത് സത്യം, അടുത്തത് നമ്മൾ വിൽക്കപ്പെട്ടു എന്നത് വളരെ വ്യക്തമായി നാം അക്സെപ്റ്റ് ചെയ്യേണ്ട സത്യമാണ്. और यीशु मसीह ने हमें मोल लिया, वो सच है, लेकिन उससे भी बढ़कर मुझे और आपको समझना है कि हम बिक चुके हैं, अब यीशु ने हमें खरीद लिया है. उस सच्चाई को हमें जानना है. സ്തോത്രം. അപ്പൊ അവിടെ ഹല്ലേലൂയ നമ്മുടെ ആ ബോധ്യമാണ് ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ജയകരമായി നയിക്കുവാൻ കഴിയുന്നത്. प्रियो, वह पहचान, वह जानकारी जयवंता में मसीह जीवन में हमें आगे बढ़ाती है. 1 കൊരിന്ത്യർ 6:19 പറയുന്നു,
ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. और पहला कुरिन्थियों 6:19 में हम देखते हैं कि मैं और आप वह पवित्र आत्मा का मंदिर है जिसके अंदर परमेश्वर रहता है. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും और അറിയുന്നില്ലയോ? पहला कुरिन्थियों 6 अध्याय उसका 19 और 20, क्या तुम नहीं जानते कि तुम्हारी देह पवित्र आत्मा का मंदिर है जो तुम में बसा हुआ है और तुम्हें परमेश्वर की ओर से मिला है और तुम अपने नहीं हो क्योंकि दाम देकर मोल लिए गए हो, इसलिए अपनी देह के द्वारा परमेश्वर की महिमा करो. ആ സ്വത്രം നമ്മളെ കരങ്ങളടിച്ചും കൈ ഉയർത്തിയും സ്വത്രം ഡാൻസ് ചെയ്തും ഒക്കെ പാടും, കർത്താവേ നീ എന്നെ വീണ്ടെടുത്തു, കർത്താവേ നീ എനിക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി, കർത്താവേ നിന്റെ രക്തം മുഴുവൻ എനിക്ക് വേണ്ടി തന്നു. ഹല്ലേലൂയ. നമ്മൾ കരയും, നമ്മൾ ഒച്ചവെക്കും, നമ്മൾ ആരാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങും. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി അങ്ങ് ജീവിക്കുകയും ചെയ്യും. आप देखिए, आप आराधना भवन में आकर हाथ उठा सकते हैं, घुटनों पर आ सकते हैं, आंसू बहा सकते हैं, ऊंची आवाज में प्रभु की आराधना कर सकते हैं. हम कह सकते हैं प्रभु यह सब कुछ मैं तेरे हाथों में देता हूं, यह सब अच्छा है. लेकिन यहां से बाहर निकलने के बाद में फिर हम अपनी इच्छा से अपने लिए हम जीवन व्यतीत करने लग जाते हैं. സ്വന്തം ചിലർ ഞായറാഴ്ച വരുമ്പോൾ ഭയങ്കര ഭക്തിയാ, പള്ളിക്കകത്ത് കയറുമ്പോൾ ഭയങ്കര ആരാധനയാ. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവരൊരു ക്രിസ്ത്യാനിയാണെന്ന് ആർക്കും ഐഡന്റിഫൈ ചെയ്യുവാൻ കഴിയുന്നില്ല. और कई बार आराधना भवन में हम बड़ी भक्ति को प्रदर्शित करते हैं, लेकिन बाहर अन्य लोगों के बीच में हम ये बताना भी नहीं चाहते कि हम मसीही हैं और अन्य लोगों को मालूम भी नहीं हम यीशु के पीछे चलने वाले लोग അല്ലെങ്കിൽ हैं. വർഷിപ്പ് എന്ന് പറയുന്ന ആരാധന എന്ന് പറയുന്നത് കേവല നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. വർഷിപ്പ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. ഹല്ലേലൂയ. വർഷിപ്പ് എന്ന് പറയുന്ന ഒരു ജീവിത ശൈലിയാണ്. प्रियो, आराधना केवल कुछ घंटों की बात नहीं है, लेकिन ये मेरी और आपकी जीवन शैली है, हर समय हर स्थान पर हम में से प्रकट होना है. ഹല്ലേലൂയ. ഈ ബോധ്യം വേണം. എന്നെ ഒരുത്തൻ വിലയ്ക്ക് മേടിച്ചു, ഞാൻ വിൽക്കപ്പെട്ടിരിക്കുന്നു. और हमारे अंदर वो जानकारी होना चाहिए कि हम मोल लिए गए हैं और हम बिक चुके हैं. ഹല്ലേലൂയ. ഞാനിപ്പം ഒരു കടയിലോട്ട് ചെന്നു, കാറിന് വില പറഞ്ഞു. സ്വത്രം കാർ മേടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് എൻ്റെ കാറാ. ഞാനാ തീരുമാനിക്കുന്ന ഏത് വഴി പോകണം, ഞാനാ തീരുമാനിക്കുന്ന ആരതിലിരുന്ന് ഓടിക്കണം. അത് എൻ്റെ സൗകര്യമാ. കാർ ഇവിടെ പറയാ ഞാൻ ഇവിടെ തന്നെ കിടക്കാന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. मान लीजिए आप दुकान में गए, आपने गाड़ी खरीद ली, आपने पैसा दिया, गाड़ी खरीदने के बाद में गाड़ी का मालिकाना हक आपका हो जाता है. फिर आप निर्धारित करते वो गाड़ी कहाँ ले जाना है, किस दिशा में जाना है, कैसे आगे बढ़ना है. अगर गाड़ी सोचे कि मैं नहीं जाऊंगी, मैं अपनी इच्छा से काम चलूंगा करूंगा, तो वो ऐसा हो नहीं सकता. പ്രിയ സഹോദരങ്ങളെ, ഇത് സാധ്യമല്ല. യഥാർത്ഥമായി നാം രക്ഷിക്കപ്പെട്ടെങ്കിൽ നാം വിൽക്കപ്പെട്ടവർ എന്ന നാമം നാം ബോധ്യത്തോടെ സ്വീകരിക്കണം. प्रिय, यदि मैंने और आपने उद्धार पा लिया है तो हमें यह स्वीकार करना है कि हम बिक चुके हैं, हम अब अपने नहीं रहे, यह हमें समझना है. ഈ വിൽക്കപ്പെട്ടവരെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്ന ഒരു വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. और प्रेरितों के कार्य 5वें अध्याय के अंदर हम देख सकते हैं वो जो मानसिकता जो बिका हुआ होता है उसकी मानसिकता क्या होती है. അത് നിങ്ങളൊക്കെ വചനം ബൈബിളിലുള്ളവരൊന്ന് എടുക്കണം. കാരണം അത് നല്ല ഒരു ചിത്രീകരണമാണ്. ഒരു വിൽക്കപ്പെട്ടവൻ എന്നതിനെ കുറിച്ച് ഒരു ചിത്രീകരണമാണ്. और प्रेरितों के कार्य 5वें अध्याय में जो व्यक्ति बिका हुआ है उसके बारे में एक अच्छा चित्रण वहां पर दिया गया है. 5-ന്റെ 4-ാം വാക്യം വായിക്കാം. 5 का 4 आप देखिए. അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ, വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാതിരുന്നുവോ. प्रेरितों के कार्य 5वां अध्याय 4था पद. जब तक वह तेरे पास रही क्या तेरी न थी, और जब बिक गई तो क्या तेरे वश में न था. ഇതൊരു ക്രിസ്തീയ ജീവിതത്തിന്റെ സത്യമാണ്, ഒരു മർമ്മമാണ്. और यह मसीही जीवन का एक भेद है. यहाँ पर നമ്മൾ യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങുന്നതിന് മുമ്പ് നാം നമുക്ക് വേണ്ടി ജീവിച്ചിരുന്നവരാണ്. और यीशु मसीह हमें मोल लेने से पहले हम अपने लिए जीवन व्यतीत कर रहे थे. നാം നമ്മുടേതായിരുന്നു ഒരു കാലത്തെ. एक समय में हम हमारे जीवन का नियंत्रण हम अपने हाथों में लेकर करते थे. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് എല്ലാം ഡിസൈഡ് ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യുവാനുള്ള അധികാരം നമുക്കുണ്ടായിരുന്നു. और हमारे सारी बातों का निर्णय करने का स्वबुद्धि के आधार पर एक अधिकार हमारे पास में था. പക്ഷേ
നമ്മുടെ പാപികളായ നമ്മുടെ ഡിസിഷൻ എല്ലാം പരാജയമെന്ന് നമ്മൾ ഒരിക്കൽ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ജീവനുള്ള കർത്താവിലേക്ക് നമ്മൾ നമ്മെ കൊടുത്തു. लेकिन हमारे उस पापमय जीवन के अंदर जब हमने समझ लिया कि हमारे जीवन के सारे निर्णय हमें पराजय की ओर ले जा रहे हैं, ऐसे समयों में हमने प्रभु के सामने आत्मसमर्पण किया और प्रभु के हाथों में अपने जीवन की बागडोर को सौंप दिया. ഇവിടെ അനന്യാസും സഫീറയും അവരുടെ നിലം, അവരുടെ എല്ലാ അധീനതയും, തേക്ക് വെക്കണം തേക്ക് വെക്കാം, തെങ്ങ് വെക്കണം തെങ്ങ് വെക്കാം, ജാതി വെക്കണം ജാതി വെക്കാം, എന്റെ സ്ഥലം, എന്റെ സമ്പത്ത്, എന്റെ സ്വത്ത്, ഞാൻ എനിക്ക് സൗകര്യമുള്ളതൊക്കെ അവിടെ നടാം. और हम देखते हैं यहाँ पे हनन्या और सफीरा नाम के एक परिवार के पास में उनकी खुद की भूमि थी जो उन्होंने खरीदी हुई थी, वो उनकी स्वयं की थी. वो उस पर कुछ भी कर सकते थे, बनाना हो, बेचना हो, लगाना हो, सब कुछ करने का हक उनके पास में था. അവർക്ക് ആ സ്ഥലം വിൽക്കാം, ആ പണം കൊണ്ട് എന്തും ചെയ്യാം. वे उस जमीन को बेच सकते हैं, उस धन से कुछ भी कर सकते हैं. അപ്പൊ ഇപ്പോൾ അവർ നേരത്തെ അവരുടെ സ്വന്തമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെട്ടപ്പോൾ, അവരെ പരിശുദ്ധാത്മാവിന് കൊടുത്തപ്പോൾ അവരെ ഹല്ലേലൂയ അവർക്കുള്ളത് വിൽക്കുവാൻ ഇടവന്നു. और हम देखते हैं जब वहां पर आत्मा की प्रेरणा में उन्होंने अपनी जो संपत्ति थी उसको बेच दिया. അപ്പം വിൽക്കുന്നത് വരെ കുഴപ്പമൊന്നുമില്ല. जब तक बेचा नहीं था तब तक कोई दिक्कत नहीं थी. എന്നാൽ വിറ്റ ശേഷം लेकिन बेचने के बाद में ഈ പണം അവരുടെ കൈവശമാണ്, പക്ഷെ അവർക്ക് സ്വന്തമല്ല. वह जो बेचा हुआ उसका जो धन था वह उनके हाथ में जरूर था, लेकिन अब वह धन उनका नहीं था. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഭാഗം. आप उस भाग को ध्यानपूर्वक पढ़कर देखना. അപ്പം ഈ വിൽക്കുന്നതിന് മുമ്പും വിറ്റ് കഴിഞ്ഞും ഈ സാധനം ഇവരുടെ കയ്യിലാണ്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, അവരുടെ സ്തോത്രം സ്വന്തം മാറി കൈവശമായി തീർന്നു. और आप देखिए, बेचने से पहले वह उनकी निज बात थी, लेकिन बेचने के बाद में अब जो धन था वह उन्होंने अपने वश में कर रखा था. दूसरे शब्दों में अब वो उनका नहीं था, लेकिन उन्होंने अपने हाथ में रखा था. രക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ് എന്ന് പറയുന്നത് നാം നമ്മെ നമ്മുടെ കർത്താവിന് കൊടുക്കുകയാണ്. और उद्धार का जो प्रक्रिया क्या है, उद्धार का अर्थ यह है हम अपने आप को, अपने जीवन को प्रभु यीशु मसीह के हाथों में हम उसकी बागडोर को सौंपते हैं. ഞാൻ എന്നെ കർത്താവിന് കൊടുക്കുമ്പോഴും ഞാൻ ഒരു ഭർത്താവാണ്, ഞാൻ ഒരു പിതാവാണ്, ഞാൻ ഒരു സഹോദരനാണ്, ഞാൻ ഒരു ജോലിക്കാരനാണ്, ഞാൻ ചില സമ്പത്തുകൾ വഹിക്കുന്നവനാണ്. ഇതെല്ലാം അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. और जब मैं अपने जीवन को प्रभु यीशु मसीह के हाथों में सौंपता हूं, मैं उसमें पिता भी होऊंगा, पति भी होऊंगा, भाई भी रहूंगा, बहन भी रहूंगा, जो भी मेरे संबंध है वो संबंध सब रहते हैं वहां पर. എന്നാൽ ഞാൻ വിൽക്കപ്പെട്ടവനാണ്. लेकिन मैं बिक चुका हूं. ഞാൻ ഒരുവന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. मैंने अपने आप को किसी के हाथों में सौंप दिया है. എന്നാൽ എൻ്റെ സാഹചര്യങ്ങളും ഞാൻ ആയിരിക്കുന്ന അവിടെ ഒന്നും ഭൗതികമായ ഒരു മാറ്റം വന്നിട്ടില്ല. लेकिन मैं जहां रह रहा हूं, उन रिश्तों में, उन माहौलों के अंदर कोई बदलाव वहां नहीं आया. എന്നാൽ മാറ്റം വന്നത് എൻ്റെ മനോഭാവത്തിലാ. ഇന്നലെ വരെ ഞാൻ എനിക്ക് വേണ്ടിയും എന്റേതുമായിരുന്നു. എന്നാൽ ഇന്ന് ഞാനും എനിക്കുള്ളതെല്ലാം എൻ്റെ കർത്താവിൻ്റെ മാത്രമാണ്. അവന് ഞാൻ സമർപ്പിതനാണ്. जो बदलाव आया है बाहर नहीं, लेकिन हमारे भीतर आया है, हमारे मनोदशा के अंदर आया है कि अब मैं मेरा अपना नहीं, लेकिन जिसने मुझे खरीदा है मैं उसकी संपत्ति बन चुका हूं और अब मैं बिक चुका हूं. यह एक एहसास हमारे अंदर आना है. ഞാൻ സമർപ്പിതനായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ ഉള്ളതെല്ലാം എന്റെ കൂടെ എൻ്റെ കർത്താവിന് സമർപ്പിതമാണ്. और जब मैं अपने आप को प्रभु के हाथों में सौंपता हूं, जो कुछ मेरे पास में है वो सारी बातें पूरी रीति से मेरे परमेश्वर के हाथों में मैं सौंप देता हूं. എന്നാൽ എൻ്റെ മനോഭാവം എന്ന് പറയുന്നത് ഞാൻ ഇനി ഉടമസ്ഥനല്ല, കൈവശക്കാരനാണ് എന്നതാണ്. लेकिन मेरे मन के अंदर का जो बदलाव यह है, अब मैं स्वामी नहीं रहा. मेरी जमीन थी, मैंने बेची, लेकिन अब वह धन मेरा नहीं है, किसी और का है जो मेरे वश में है या मेरे हाथों में है. പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം
ഹല്ലേലൂയ. എഫേസോസിൽ ചെന്നപ്പോൾ ചില സഹോദരന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. और पौलुस जब इफिसुस में पहुंचता है वहां पर कुछ भाइयों से वो सवाल पूछता है, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? क्या तुमने विश्वास करते समय पवित्र आत्मा को पाया? അപ്പോസ്തലപ്രവൃത്തികൾ 19:2. प्रेरितों के कार्य 19 का 2। അപ്പൊ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. क्योंकि आप विश्वास करना केवल काफी नहीं है, आपको पवित्र आत्मा भी पाना है। നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രമല്ല, ആത്മാവിനാൽ നിറയണം. आप उद्धार पाना ही पर्याप्त नहीं, आप पवित्र आत्मा में भरना है। എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? क्यों भरना है? കേവലം അന്യഭാഷകൾ പറയുകയോ ചില കൃപാവരങ്ങൾ പ്രാപിക്കുവാനോ മാത്രമുള്ളതല്ല. केवल अन्य भाषा बोलने के लिए या कुछ वरदानों को पाने के लिए ही नहीं। ഞാൻ വിൽക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് എന്നെ ഗൈഡ് ചെയ്യുവാൻ ദൈവമാക്കി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. और जब मैं मोल दे लिया जाता हूं, जब मैं बिक गया हूं, इसके बाद में मेरे जीवन यात्रा में मुझे नियंत्रित करने के लिए, मेरी अगुवाई करने के लिए परमेश्वर ने पवित्र आत्मा रूपी सहायक को मेरे जीवन में दिया है। ഇന്നലെ വരെ എന്നെയും എനിക്കുള്ളതിനെയെല്ലാം ഹല്ലേലൂയ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഞാനാണെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നെയും എനിക്കുള്ളതിനെ എല്ലാം നിയന്ത്രിക്കുന്നത് പരിശുദ്ധ ആത്മാവ് മാത്രമാണ്. और पहले मैं स्वयं अपने जीवन का निर्णय करता था, जीवन यात्रा में अपनी बुद्धि से चल रहा था, लेकिन जब मैंने यीशु पर विश्वास किया, अपना जीवन यीशु को सौंप दिया, इसके बाद से मेरे जीवन यात्रा में हर एक बातों में पवित्र आत्मा मेरा नियंत्रण करना है, पवित्र आत्मा ही मुझे लिए चलना है। പരിശുദ്ധാത്മാവ് പറയണം ഞാൻ എന്ത് ചെയ്യണം. पवित्र आत्मा कहना है मुझे क्या करना है। പരിശുദ്ധാത്മാവ് പറയണം ഞാൻ എന്ത് തീരുമാനം എടുക്കണം. पवित्र आत्मा मुझे याद दिलाना है कौन सा निर्णय मुझे लेना है। പരിശുദ്ധാത്മാവ് പറയണം ഞാൻ വിൽക്കണമോ വാങ്ങണമോ. पवित्र आत्मा मुझे याद दिलाना है क्या मुझे बेचना है या खरीदना है। ഇതെല്ലാം എന്റെ കൈവശം ഇരിക്കുമ്പോൾ തന്നെ ഇതിന്റെ മേൽ എനിക്കൊരു കർത്തൃത്വമില്ല. കർത്തൃത്വം കർത്താവിന് മാത്രമാണ്. और सारी बातें मेरे हाथों में है, लेकिन उसके ऊपर मेरा स्वामित्व नहीं है, स्वामित्व केवल मेरे परमेश्वर का है। ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദൈവമക്കളെ തെറ്റിദ്ധരിക്കരുത്, നീ ദൈവത്തിന്റെ പുത്രനോ പുത്രിയോ ആയിട്ടില്ല. प्रियो, जब तक यह रूपांतरण मेरे और आपके अंदर नहीं होए तो हमें समझना है बगैर रूपांतरण के हम परमेश्वर के पुत्र या पुत्री नहीं बन सकते। അത് നിന്നെ പാട്ടുപാടാനും നിന്നെ ഒച്ച വെക്കാനും നിന്നെ ഹല്ലേലൂയ ഒരു ഹാജരി വെക്കാനും കൊള്ളാം. എന്നാൽ ദൈവത്തിന്റെ പൈതലായി തീരുന്നത് കർത്താവിന്റെ വചനത്തിൽ പറയുന്നു ആത്മാവ് നടത്തുന്നവർ ദൈവത്തിന്റെ മക്കളാ. प्रियो, हम कलीसिया भवन में आ सकते हैं, बैठ सकते हैं, उपस्थिति दर्ज कराकर जा सकते हैं, लेकिन जब तक पवित्र आत्मा के चलाए चलने के लिए हम अपने आप को नहीं सौंपेंगे, तब तक हम परमेश्वर के पुत्र या पुत्री के रूप में हम जाने नहीं जाएंगे। ദൈവപൈതലേ, ഇന്ന് രാവിലെ ആത്മാവിന്റെ ശബ്ദം നീ കേട്ടോ? क्या आज सुबह पवित्र आत्मा की आवाज को आपने सुना? ഇന്നലകളെ തീരുമാനങ്ങളിൽ പരിശുദ്ധാത്മാവാണോ നിന്നെ ഗൈഡ് ചെയ്തത്? पिछले दिनों के निर्णयों में क्या पवित्र आत्मा ने आपकी अगुवाई की? ഹല്ലേലൂയ, ആത്മാവിൽ നീ നടത്തപ്പെടുന്നുണ്ടോ? क्या आत्मा में आप चल रहे हो? നമ്മുടെ പുത്രത്വത്തിന്റെ തെളിവ് അത് മാത്രമാണ്. അതെ, അത് മാത്രമാണ്, അത് മാത്രമാണ്. प्रियो, हमारे अंदर जो पुत्रत्व है उसका प्रमाण वही है कि हम आत्मा के चलाए चलते हैं, आत्मा की सुनते हैं, आत्मा जिधर बढ़ाता है वही हम कदमों को ഈ बढ़ाते हैं। വെള്ള ഷർട്ട് ഇടുന്നതല്ല, ഹല്ലേലൂയ മീശ വടിക്കുന്നതല്ല, ആത്മാവ് എന്നെ നടത്തുന്നെങ്കിൽ എന്നിൽ പുത്രത്വമുണ്ട്. प्रियो, सफेद कमीज पहना या मुंह साफ करना ये बाहरी आडंबर नहीं, लेकिन आत्मा के चलाए जब हम चलते हैं वहां पर हम में पुत्रत्व प्रकट होता है। പ്രിയ സഹോദരങ്ങളെ, ഞാൻ വിൽക്കപ്പെട്ടു എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായേ മതിയാവുള്ളൂ. प्रियो, मेरे और आपके अंदर ये एहसास होना अनिवार्य है कि अब हम हमारे स्वयं के नहीं, हम बिक चुके हैं, किसी ने हमें खरीद लिया है, यह हमें जानना जरूरी है। ഹല്ലേലൂയ. हालेलुया। അപ്പോസ്തലപ്രവൃത്തികൾ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ, लूका रचित सुसमाचार 14वां अध्याय और उसके 25 से लेकर यदि हम देखें तो അതിന്റെ 25 മുതൽ
8 വരെ നമുക്ക് വായിക്കാം. लूका रचित सुसमाचार 14वां अध्याय 25 से लेकर 28 तक. जब बड़ी भीड़ उसके साथ जा रही थी तो उसने पीछे मुड़कर उनसे कहा, यदि कोई मेरे पास आए और अपने पिता और माता और पत्नी और बच्चों और भाइयों और बहनों वरन अपने प्राण को भी अप्रिय न जाने तो वह मेरा चेला नहीं हो सकता. और जो कोई अपना क्रूस न उठाए और मेरे पीछे न आए वह भी मेरा चेला नहीं हो सकता. तुम में से कौन है जो गढ़ बनाना चाहता है और पहले बैठकर खर्च न जोड़े कि पूरा करने की सामर्थ्य मेरे पास है कि नहीं. कहीं ऐसा न हो कि जब वह नींव डाल ले पर तैयार न कर सके तो सब देखने वाले यह कहकर उसे ठट्टों में उड़ाने लगे, यह मनुष्य बनाने तो लगा पर तैयार न कर सका. या कौन ऐसा राजा है जो दूसरे राजा से युद्ध करने जाता हो और पहले बैठकर विचार न कर ले कि जो 20,000 लेकर मुझ पर चढ़ा आता है क्या मैं 10,000 लेकर उसका सामना कर सकता हूं या नहीं. नहीं तो उसके दूर रहते ही वह दूतों को भेजकर मिलाप करना चाहेगा. इसी रीति से तुम में से जो कोई अपना सब कुछ त्याग न दे वह मेरा चेला नहीं हो सकता. സ്തോത്രം. നമ്മൾ ഈ വഴിയൊക്കെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ പണി തീരാതെ കിടക്കുന്ന ചില വീടുകൾ കാണും. और जब हम रास्तों में चलते हैं कई इमारतों को देखते हैं जिसका कार्य पूरा नहीं हुआ, अधूरा पड़ा है. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ചില കെട്ടിടങ്ങളൊക്കെ പണിതിട്ട് അതിന്റെ കമ്പിയൊക്കെ ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്നത് കാണും. और कई इमारतों को हम देखते हैं काम पूरा नहीं हुआ है और उसमें सरिये दिखाई देते अर्थात काम बाकी है. അങ്ങനെ ഒരു സ്തൂപമായി നീ മാറരുതേ എന്നാ കർത്താവ് ആഗ്രഹിക്കുന്നത്. प्रभु नहीं चाहता आपका जीवन आधा अधूरा बना रहे. ഇവിടെ കർത്താവ് വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ തിരുവായി മൊഴിഞ്ഞ കാര്യമായി ഇവിടെ. और यहाँ पर आप देखिए बड़ी ही स्पष्टता के साथ में सटीकता के साथ में प्रभु यीशु मसीह इन बातों को यहाँ पर रखते हैं. കർത്താവോട് പറയുന്ന നിങ്ങൾക്ക് കഴിയില്ലെന്നാ. और प्रभु कह रहा है कि तुमसे नहीं हो सकता. കർത്താവ് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ പോലെ ഒരു ഉപദേശി വന്ന് കഴിയൂന്ന് പറഞ്ഞാൽ കഴിയുവോ? കഴിയേല. और प्रभु कह रहा है तुमसे नहीं हो सकता तो मैं कहूं कि तुम कर सकते हो तो नहीं हो सकता. ഹല്ലേലൂയ. കർത്താവ് പറയാ, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവനെ എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. 26 पद में लिखा है कि यदि कोई मेरे पास आए और अपने पिता और माता और पत्नी और बच्चों और भाइयों और बहनों वरन अपने प्राण को भी अप्रिय न जाने तो वह मेरा चेला नहीं हो सकता. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഇവരെ എല്ലാം കൂടെ ഉപേക്ഷിച്ച് കളയാനല്ല. यहाँ पर यह नहीं लिखा है कि आप सबको छोड़ के निकल जाओ. ഇവിടെ ബന്ധങ്ങളുടെ മൂല്യം അളക്കുകയാണ്. यहाँ पे जो संबंधों का जो कीमत है उसको वहां पर उस प्राथमिकता क्रम को सही करने के बारे में है. നിങ്ങൾ ദൈവവചനം വളരെ കൃത്യതയോടെ ശ്രദ്ധിച്ചിരിക്കണം. आप वचन को ध्यानपूर्वक सुनिए. ഇവിടെ ഉപേക്ഷിക്കുകയല്ല, ബന്ധങ്ങളുടെ മൂല്യങ്ങൾ അളക്കപ്പെടുകയാണ്. और यहाँ पर छोड़ने की बात नहीं है लेकिन एक प्राथमिकता क्रम हमारे अन्य लोगों के साथ के रिश्ते और परमेश्वर के साथ के रिश्ते के प्राथमिकता क्रम को समझाया जा रहा है. ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ബന്ധങ്ങൾ മൂല്യനിർണയം നടത്തപ്പെടുകയാണ്. और एक व्यक्ति जब उद्धार पाता है, उद्धार पाया हुआ एक व्यक्ति उसके जो रिश्ते वो पिता का, माता का, भाई का, पत्नी का, बच्चों का जो भी रिश्ते हैं उन रिश्तों का एक पुनः मूल्यांकन वहां पर होता है. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പരീക്ഷ എഴുതുമ്പോൾ ഇവിടെ ഒരു മൂല്യനിർണയമാണ്. और बच्चे पढ़ाई करने के बाद में जब वे परीक्षा लिखते हैं उनका मूल्यांकन होता है. ഇവിടുത്തെ മൂല്യനിർണയം എന്ന് പറയുന്നത് ഒരിടത്ത് കർത്താവും ഇപ്പുറത്ത് അപ്പൻ അമ്മ സഹോദരങ്ങൾ എന്തൊക്കെ ഉണ്ട് അതല്ല. और यहाँ पर जब मूल्यांकन किया जा रहा है एक तरफ परमेश्वर, दूसरी तरफ माता पिता, भाई बहन, बाकी सब लोग हैं. ഒരു ദിവസം ഒരു അവസരം വന്നു. और एक दिन एक अवसर आया. അപ്പൻ ഒരു കാര്യം പറഞ്ഞു, പക്ഷെ വചനത്തിനെതിരാണ്. ഇവിടെ ഞാൻ മൂല്യം നിർണയിച്ചു. ഞാൻ അപ്പനാണോ മൂല്യം കൊടുക്കുന്നത്, എന്റെ കർത്താവിനാണോ മൂല്യം കൊടുക്കുന്നത്? पिता ने कोई बात बोली लेकिन वो वचन के खिलाफ है. वहां पर हमें निर्णय लेना है हम किसको अधिक स्थान दे रहे, परमेश्वर ने कही हुई बात को या हमारे पिता ने कही हुई बात को. അപ്പനോട് പറഞ്ഞു, അപ്പാ ഹല്ലേലൂയ, അങ്ങ് പറഞ്ഞത് ഞാൻ അങ്ങയുടെ മകനാ, പക്ഷെ അങ്ങയേക്കാളും ഹല്ലേലൂയ ഒരു സ്വർഗ്ഗസ്ഥ പിതാവ് എനിക്കുണ്ട്. ഞാൻ അവിടുത്തെ വാക്ക് അനുസരിക്കാൻ പോവാ.
और आपको वहां क्या कहना है? आप मेरे पिता है, आपने मुझे जन्म दिया है, लेकिन आपसे बढ़कर एक स्वर्गीय पिता मेरे पास में है, और जो वह कहेगा उस बात का मैं पालन करूंगा। ആ പരീക്ഷയിൽ ഞാൻ ജയിച്ചു. उस परीक्षा में मैं जय पाया। അടുത്ത ദിവസം ഭാര്യയാണ് ഇവിടെ നിൽക്കുന്നത്. अगले दिन पत्नी खड़ी है, ഇപ്പുറത്തെ കർത്താവ് നിൽക്കുക. दूसरी तरफ परमेश्वर खड़ा है। കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനമാണ്. प्रभु का वचन है, യേശു തന്നെ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. और ईश्वर का जो मुझसे प्रेम करता है वह मेरे वचन पर चलता है। കർത്താവിന്റെ ഒരു ഫോട്ടോ വെച്ച് ഒരു മാലയിട്ട് അതിന്റെ മുമ്പിൽ തിരി കത്തിച്ച് കവന്ന് വീഴുന്നതല്ല. കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. और परमेश्वर की तस्वीर रखकर उस पर माला चढ़ाने के बारे में नहीं कहा, लेकिन कहा कि जो मुझसे प्रेम करता है वह मेरे वचन पर चलता है। वचन की जीवन शैली के बारे में कहा गया है। എക്സാമിനേഷൻ നമ്പർ 2. दूसरी परीक्षा, ഭാര്യ ഇവിടെ നിൽക്കുക, पत्नी एक तरफ, യേശുവിന്റെ വചനം ഇവിടെ നിൽക്കുക. यीशु का वचन दूसरी ओर। ഭാര്യ പറഞ്ഞു, പത്നി നമുക്ക് कहती ഈ കാര്യം ഒന്ന് തെരഞ്ഞെടുക്കാം. हम इस बात को करते हैं, ഇപ്പുറത്തെ കർത്താവിന്റെ വചനം പറഞ്ഞു, നീ ആ വഴിക്ക് പോകരുത്. लेकिन वचन कह रहा है तू उस रास्ते में मत जाना। ഞാൻ നടുവിൽ നിന്നൊരു മൂല്യനിർണ്ണയം നടത്തി, എന്റെ ഭാര്യയുടെ വാക്കാണോ വില, വചനമാണോ വില? और मैं बीच में एक मूल्य निर्धारित कर रहा हूं, मेरी पत्नी की बात को मानूं या प्रभु की बात को ഞാൻ मानूं। എന്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യയെ സോറി, എനിക്ക് വചനം അനുസരിക്കണം. मेरी पत्नी को मैंने कहा क्षमा करना, मुझे वचन को मानना है। പേപ്പർ നമ്പർ 2 പാസ്. दूसरी परीक्षा पास, അടുത്ത ദിവസം ഇവിടെ നിൽക്കുന്നത് ഞാൻ തന്നെയാ. और दूसरी बार और कोई नहीं खड़ा। पहला पिता था, फिर पत्नी थी, अब और कोई नहीं, मैं खुद वहां खड़ा हूं। ഇപ്പുറത്തെ കർത്താവിന്റെ വചനം और വന്നിരിക്കുക. दूसरी तरफ परमेश्वर का वचन है। ഇവിടെ ഞാൻ എന്റെ സ്വയം പറയാ, ജോമോനെ നീ അത് മേടിക്കേ, നീ അത് മേടിക്കേ. और वहां पर मैं खुद खड़ा और कह रहा हूं तू ये खरीद ले, ये खरीद ले। ഇവിടെ കർത്താവിന്റെ വചനം എന്നോട് പറഞ്ഞു, മകനെ നിനക്ക് യോഗ്യതയില്ലാത്തത് നീ കൈവെക്കരുത്. लेकिन परमेश्वर का वचन कह रहा है जो तेरे लायक नहीं है उस पर तू हाथ भी मत लगाना। അപ്പനെയും ഭാര്യയൊക്കെ മാറ്റാം, പക്ഷെ എന്റെ സ്വയത്തിൽ വടംവലി നടക്കുക. അവസാനം 1 മണിക്കൂർ വടംവലിയുടെ അവസാനം ഞാൻ ആ വചനത്തിന് മുമ്പിൽ മുട്ടുകുത്തി വചനത്തോട് പറഞ്ഞു, വചനമേ ഞാൻ അങ്ങയെ അനുസരിക്കുള്ളൂ. और पिता की बात को, पत्नी की बात को नजरअंदाज करके प्रभु की आज्ञा का मैंने पालन किया। लेकिन जब मेरे स्वयं की इच्छा दूसरी ओर है, ऐसे समय में एक संघर्ष होता है, एक गतिरोध होता है, एक प्रतिरोध होता है। लेकिन वहां पर जब प्रभु के वचन के सामने मैं समर्पित करता हूं और कहता हूं प्रभु तेरे वचन के अनुसार जीवन व्यतीत करने के लिए मैं अपने आप को सौंपता അപ്പോ हूं। സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഫൈനൽ എക്സാം പാസ്. और उस समय स्वर्ग से आवाज आती है तू इस परीक्षा में उत्तीर्ण हो गया है। അതാ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്, ജയിക്കുന്നവൻ എന്നോട് കൂടെ ഇരിപ്പാൻ ഞാൻ വരം നൽകും. और इसीलिए प्रकाशित वाक्य में हम पाते हैं जो जय पाएगा उसको मेरे साथ में बैठने का वर मैं प्रदान करूंगा। എടാ, വഴിയെ നടന്ന് എല്ലാവന്റെ ഇട്ടം നിവർത്തിച്ചോണ്ട് മനുഷ്യനെ സൂചിപ്പിച്ചോണ്ട് നടക്കുന്ന നീ എങ്ങനെയാടാ ഹല്ലേലൂയ ദൈവത്തോട് കൂടെ ഇരിക്കുന്നത്? और आप इस दुनिया में जीवन व्यतीत कर रहे हैं, अपनी इच्छा से चल रहे हैं, लोगों को खुश करके उनको प्रसन्न करके आप जीवन बिता रहे हैं, तो आप कैसे परमेश्वर को खुश करके प्रभु के साथ में रह सकते हैं? ബന്ധങ്ങൾ മൂല്യം നിർണയിക്കപ്പെടുന്നു. प्रियो, इन सब रिश्तों के अंदर एक मूल्यांकन होना जरूरी है। പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ മൂല്യനിർണയത്തിൽ നാം ഈ ലോകത്തിൽ പരാജയപ്പെട്ടാൽ നമുക്ക് നിത്യത കൈവശമാക്കുവാൻ കഴിയില്ല. प्रियो, इस संसार के अंदर इन मूल्यांकनों में हम पराजित हो जाएंगे तो हम अनंतता को खो देंगे। ഹല്ലേലൂയ ആ മൂല്യനിർണയത്തെ സ്തോത്രം നമുക്ക് ലൂക്കോസ് 17-ാം അധ്യായത്തിലെ ഹല്ലേലൂയ അത് വളരെ നല്ലതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. और लूका रचित सुसमाचार 17वें अध्याय में भी उसका चित्रण हम देखते हैं। അതിന്റെ 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. और लूका रचित सुसमाचार 17वां अध्याय उसके 7 से लेकर 10 तक। तुम में से ऐसा कौन है जिसका दास हल जोतता या भेड़े चराता हो, और जब वह खेत से आए तो उससे कहे तुरंत आकर भोजन करने बैठ, और यह न कहे मेरा खाना तैयार कर, और जब तक मैं खाऊं पीऊं तब तक कमर बांधकर मेरी सेवा कर, इसके बाद तू भी खा पी लेना। क्या वह उस दास का एहसान मानेगा कि उसने वे ही काम किए जिसकी आज्ञा दी गई थी? इसी रीति से तुम भी जब उन सब कामों को कर चुके जिसकी आज्ञा तुम्हें दी गई थी तो कहो हम निकम्मे दास है, जो हमें करना चाहिए था हमने केवल वही किया है। ഈ വാക്യം വായിക്കുമ്പോൾ ഹൃദയത്തിൽ
ഹല്ലേലൂയ, വിറയലോടെയാണ് ഞാൻ ഈ വാക്യം വായിക്കുന്നത്. और जब मैं इन पद भागों को पढ़ता हूँ, डर के साथ में मैं इन पदों को पढ़ता हूँ. പ്രിയ സഹോദരങ്ങളെ, ഒരു വിൽക്കപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തിൽ ഒന്നും ക്ലെയിം ചെയ്യുവാനില്ല. അവൻ ഒരു പ്രശംസയേ ഉള്ളൂ. അതാ പൗലോസ് പറഞ്ഞ എന്റെ പ്രശംസ ക്രൂശിൽ മാത്രമാണ്. प्रियो, हमें समझना है, जो बिका हुआ व्यक्ति है उसको किसी बात में घमंड करने का कोई कारण नहीं है, क्योंकि वो बिक चुका है, किसी और ने उसे मोल लिया है. वही कारण है पौलुस कहता है, इस संसार में घमंड के लिए मसीह के क्रूस को छोड़कर मेरे पास कोई और विषय नहीं है. ഹല്ലേലൂയ. हालेलुया. ഇവിടെ ഈ കട്ടപ്പെട്ട് വയലിൽ അധ്വാനിച്ച ദാസൻ ഭവനത്തിൽ വന്നപ്പോൾ അവന്റെ പ്രതീക്ഷ എന്നാന്നറിയാമോ? യജമാൻ ഇപ്പൊ ഒരു അയ്യോ ദാസനെ, അയ്യോ നീ ഇത്രയും കട്ടപ്പെട്ടതല്ലേ മോനെ, ഇവിടെ വന്ന് നീ വിശ്രമിക്കുക, ഞാൻ നിനക്ക് നല്ല സ്വോത്രം ചപ്പാത്തിയും സ്വോത്രം ഉരുളക്കിഴങ്ങ് കറിയും വിളമ്പി തരാം ഇടാവേ എന്ന് പറഞ്ഞ് കസേരയിലോട് പിടിച്ചിരുത്തും. ഇതാണോ ദാസൻ സ്വോത്രം ആഗ്രഹിക്കുന്നത്? अब देखिए, ये दास मेहनत कर रहा है, परिश्रम कर रहा है, और उसके बाद में वापस जब स्वामी के पास में आता है, वह यह नहीं सोच रहा कि स्वामी मुझसे भोजन पूछेगा, या स्वामी मुझे बैठाएगा, या स्वामी मेरे लिए कुछ करेगा. वह यह नहीं सोच रहा. എന്നാൽ വിൽക്കപ്പെട്ട ഒരുവന്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്വത്രം ഞാൻ ചെയ്തതെല്ലാം ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം എന്റെ വില അവൻ കൊടുത്തു കഴിഞ്ഞു. प्रियो, यदि मैं और आप इस प्रकाशन को समझ जाए कि मैं और आप खरीदे गए हैं, हम बिक चुके हैं, अब हमारी इच्छा नहीं, हमारी चाहते नहीं, लेकिन जिसने हमें खरीदा है, केवल उसकी इच्छाएं, उसकी चाहते ही हमारे जीवन में पूरा होना है, यह समझना जरूरी है. ഈ മനോഭാവത്തിലേക്ക് നമ്മൾ വരുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തിച്ചേരുന്നേ ഇല്ല. यदि हमारी मानसिकता के अंदर, मन के अंदर यह बदलाव नहीं आता है, तो मसीही जीवन हमारा आधा अधूरा रह जाता है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ 17:33 വാക്യം ലൂക്കോസ് അവിടെ പറയും, തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. लूका 17:33, जो कोई अपना प्राण बचाना चाहे वह उसे खोएगा, और जो कोई उसे खोए वह उसे जीवित रखेगा. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വിലയ്ക്ക് വാങ്ങി എന്ന ബോധ്യം മാത്രമല്ല, വിൽക്കപ്പെട്ടവർ എന്ന ഒരു ലേബലും കൂടെ നമ്മുടെ നെറ്റിയിൽ നമ്മൾ ഒട്ടിക്കേണ്ടിയിരിക്കുന്നു. प्रियो, न केवल हमें यह समझना है कि हमें किसी ने मोल लिया है, लेकिन उससे बढ़कर हमें अपने आप को याद दिलाना है, अब हम अपने नहीं रहे, हम बिक चुके हैं, बिक चुके हैं. मानो ऐसा एक बोर्ड हमारे सिर पर लगा हुआ होना चाहिए कि यह बिकी हुई संपत्ति है. നമ്മുടെ മനോഭാവത്തിൽ വ്യത്യാസം വന്നേ പറ്റും. हमारे विचारों में बदलाव. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിൽ അതിന്റെ 19 വായിക്കുമ്പോൾ അവിടെ നല്ല ഒരു നരേഷൻ നമുക്ക് കാണുവാൻ കഴിയും. पहला राजा 19 उसके 19 के अंदर हम घटना को देख पाते हैं. അവിടെ ഹല്ലേലൂയ, ഏലിയാവ് ഹല്ലേലൂയ സ്വതം ഉഴുതുകൊണ്ടിരിക്കുന്ന ഏലീശായുടെ പുറത്തേക്ക് തന്റെ പുതപ്പ് വലിച്ചെറിയുക. और पहला राजा 19वें अध्याय में हम देखते हैं कि एलिया एलिशा के ऊपर जो हल को जोत रहा था उसके ऊपर अपनी चादर को डालता है. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. पहला राजा 19 तब वह वहां से चल दिया, और शापात का पुत्र एलिशा उसे मिला, जो 12 जोड़ी बैल अपने आगे किए हुए स्वयं 12वीं के साथ होकर हल जोत रहा था. उसके पास जाकर एलिया ने अपनी चद्दर उस पर डाल दी. तब वह बैलों को छोड़कर एलिया के पीछे दौड़ा और कहने लगा, मुझे अपने माता पिता को चूमने दे, तब मैं तेरे पीछे चलूंगा. उसने कहा, लौट जा, मैंने तुझसे क्या किया है. तब वह उसके पीछे से लौट गया और एक जोड़ी बैल लेकर बलि किए, और बैलों का सामान जलाकर उनका मांस पका के अपने लोगों को दे दिया, और उन्होंने खाया. तब वह कमर बांधकर एलिया के पीछे चला और उसकी सेवा टहल करने लगा. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവ് ഏലീശയോട് പറഞ്ഞു, ഞാൻ നിനക്ക് എന്തു ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക എന്ന് പറഞ്ഞു. और एलिया ने एलिशा से कहा, मैंने तेरे साथ क्या किया है
उस बात को तू स्मरण ഈ रख। ഉയർപ്പിൻ നാളിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് നമുക്ക് എന്ത് ചെയ്തിരിക്കും. और इस पुनरुत्थान के दिन जो बात हमें स्मरण रखना है वह यह है, हमारे प्रभु ने हमारे लिए क्या किया। ഏലിയാവ് എലീശയുടെ മേൽ പുതപ്പെടുന്നതിന് മുമ്പ് എലീശയുടെ അവസ്ഥ എന്താണെന്നറിയാമോ? एलिया एलिशा के ऊपर चादर डालने से पहले एलिशा की स्थिति क्या थी? അല്ലെങ്കിൽ അവിടെ പറയുന്നു, അവൻ 12 ഏർ കാള പൂട്ടി ഉടവിച്ചുകൊണ്ടിരുന്നു, 12ാമത്തേതിനോടുകൂടെ താൻ തന്നെ ആയിരുന്നു. और आप देखिए उसके 19वें पद में वो 12 जोड़ी बैल अपने आगे किए हुए स्वयं 12वीं के साथ होकर हल जोत रहा था। അല്ലെങ്കിൽ കാള ഉഴുതതുപോലെ ഈ ആ നുകത്തിനടിയിൽ ഹല്ലേലൂയ ഒരു കാളയെ പോലെ ഭാരം വലിച്ചുകൊണ്ട് നടന്ന എലീശയുടെ മേൽ ഏലിയാവിന് ആകപ്പാടെയുള്ള ഒരു സമ്പത്ത്, ആ പുതപ്പ് എലീശയുടെ മേൽ ഏലിയാവ് ഇട്ട. और आप देखिए एलिशा जो बैलों के समान हल अपने कंधे पे रखकर उस बैलों के साथ खेत को जोत रहा था, उस एलिशा के ऊपर एलिया के पास में कुल मिलाकर जो संपत्ति थी उसकी चादर, उस चादर को उसने एलिशा के ऊपर डाल दिया। ആ പുതപ്പാണ് ഏലിയാവിനെ നടത്തുന്നത്, ആ പുതപ്പാണ് ഏലിയാവിനെ അക്കരെ കടത്തുന്നത്, ആ പുതപ്പാണ് ഏലിയാവിന് ആകെയുള്ള സമ്പാദ്യം. അത് ആ എലീശയുടെ മേൽ ഇട്ടിട്ട് പറയുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർത്തുകൊള്ളണം. और एलिया के पास की संपत्ति थी वो चादर प्रभु की ओर से दिया हुआ एक नियुक्ति पत्र था, और वह चादर के द्वारा वह कई बातों को करता था, लेकिन उस चादर को उसने एलिशा के ऊपर डाल दिया और कह रहा है कि जो मैंने तेरे जीवन में किया तू उसे स्मरण रख। ദൈവ പൈതലേ, നമ്മെ ഈ ലോകത്തെ ചപ്പന്നും ചവറന്നും എണ്ണുവാൻ, ഇതിനെയെല്ലാം തുച്ഛീകരിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ദൈവം തന്റെ പുത്രനെ നമ്മുടെ മേൽ ഇട്ടു എന്നുള്ളത്. प्रियो, मेरे और आपके जीवन में इस संसार को कूड़ा कचरा समझने के लिए कौन सी बात प्रेरित करती है? वह बात कि परमेश्वर ने अपने इकलौते पुत्र यीशु मसीह को मेरे और आपके लिए दे दिया, उसने अपना लहू बहाया, इसीलिए यह संसार हमारे लिए कूड़ा कचरा हो जाता ഈ है। ലോകത്തിൽ പാപിയായിരുന്ന മനുഷ്യനാൽ വെറുക്കപ്പെട്ടവനായിരുന്ന എന്നെ സ്നേഹിച്ച് അവിടുന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചെങ്കിൽ, ദൈവ പൈതലേ, എന്നെ ഈ ലോകത്തെ വെറുക്കുവാൻ, ലോകത്തെ തള്ളുവാൻ അത് ശക്തിയായി തീരുകയാണ്. प्रियो, इस संसार में जो मैं किसी कार्य का नहीं था, मुझसे प्रेम करते हुए उसने अपना लहू बहा दिया, एक कीमत अदा कर दी। इतना गहरा प्रेम जो उसने मुझसे और आपसे किया, उसके बदले हम क्या कर सकते? ഹല്ലേലൂയ. പൗലോസ് ഹല്ലേലൂയ ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനത്തിൽ നാം പറയുകയാണ്, അതിന്റെ 9 മുതൽ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടെ അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനെ ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നു. फिलिपियों की पत्री 3 अध्याय उसका 9, 10, 11 उन पदों के अंदर पौलुस कहता है, अपने दिल की इच्छा को प्रकट करता है कि मैं उसमें पाया जाऊं, न कि अपनी उस धार्मिकता के साथ जो व्यवस्था से है, वरन उस धार्मिकता के साथ जो मसीह पर विश्वास करने के कारण है और परमेश्वर की ओर से विश्वास करने पर मिलती है, ताकि मैं उसको और उसके मृत्युजय की सामर्थ को, उसके साथ दुखों में सहभागी होने के मर्म को जानूं, उसकी मृत्यु की समानता को प्राप्त करूं, कि मैं किसी भी रीति से मरे हुओं में से जी उठने के पद तक पहुंचूं। ഈ ലോകത്തിൽ നമ്മൾ ഭൗതികമായി എന്തു നേടി എന്നുള്ളതല്ല, ഈ ലോകത്തിൽ ഭൗതികത എൻ്റെ കർത്താവിന് വേണ്ടി എവിടെയൊക്കെ മൂല്യനിർണയം നടത്തി ഞാൻ വെട്ടിക്കളഞ്ഞു എന്നതാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആർജവത്വം, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി, എൻ്റെ പുകഴ്ച എന്ന് പറയുന്നത്. प्रियो, इस संसार में हमने कितना कमाया, कितना एकत्रित किया वह नहीं, लेकिन मेरे प्रभु के निमित्त
किन किन बातों को हमने छोड़ा, किन किन बातों से हमने मुंह मोड़ा, वे बातें निर्धारित करती है मसीह जीवन के महत्व को जो मेरे और आपके जीवन में है। എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളെ നടത്തുന്ന നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. और इफिसियों के पत्री 4 अध्याय में 30वें पद में देखते हैं, परमेश्वर के पवित्र आत्मा को शोकित मत करो. നിങ്ങളുടെ ആലോചനക്കാരൻ ഇവിടുത്തെ വലിയ ഉന്നത അധികാരികളായിരിക്കരുത്, പരിശുദ്ധാത്മാവായിരിക്കണം. प्रियो, हमें सलाह देने वाला अन्य कोई अधिकारी नहीं, लेकिन पवित्र आत्मा स्वयं होने पाए. ഹല്ലേലൂയ. നിങ്ങളുടെ ഏറ്റവും വലിയ ഡോക്ടർ പരിശുദ്ധാത്മാവായിരിക്കണം. आपका सबसे बड़ा डॉक्टर पवित्र आत्मा होना चाहिए. നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം അവസാനമായി പാസ്റ്റ് എന്ന് അടിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം. आपके जीवन के सारे निर्णयों पर आखिरी मोहर पवित्र आत्मा की ओर से होना है. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ ലോകത്തിൽ തന്നെ ദൈവം നമ്മെ തനിക്ക് അടയാളമായി ഉയർത്തും. यदि ऐसा है तो इस संसार में परमेश्वर हमें अपने चिन्ह के समान स्थापित करेगा, इस्तेमाल में लेगा. 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. और भजन 91:14 के अंदर लिखा है कि वह मुझसे चुपका रहेगा, इसलिए मैं उसे छुड़ाएगा. उसने मेरे नाम को महत्व दिया है, इसलिए मैं उसे ऊंचे पर उठाऊंगा. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ലോകം നിന്നെ ഉയർത്തിയാൽ ഒരു ദിവസം അവൻ താഴെയിടും. എന്നാൽ ദൈവം നിന്നെ ഉയർത്തിയാൽ ആർക്കും വലിക്കാൻ കഴിയുകയില്ല. प्रियो, यह संसार हमें उठाएगा, कुछ समय बाद हमें छोड़ देगा, हमें अकेला कर देगा, लेकिन यदि प्रभु हमें उठाएगा, हमें कोई नीचे नहीं कर पाएगा. ഞങ്ങൾ കുടുംബമായി എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. और हमारी पारिवारिक प्रार्थना में हर दिन हम इन बातों को दोहराते हैं. കർത്താവേ, നീ ഞങ്ങൾക്ക് തരാത്ത ഒരു നന്മയും ഞങ്ങൾക്ക് ലഭിപ്പാൻ സ്വീകരിപ്പാൻ ഇടവരരുത്. प्रभु जी, ऐसी कोई भी भलाई जो आप हमें नहीं देना चाहते, हम उस पे हाथ भी न डालने पाए. കർത്താവേ, എന്നാൽ നീ വെച്ചിരിക്കുന്ന ഒരു നന്മയും ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിപ്പോകുകയും ചെയ്യരുത്. लेकिन प्रभु, जो भलाइयां आपने हमारे जीवन में रखी है, वो हमसे कोई छीनने न पाए, यह भी हम प्रार्थना करते हैं. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. वह मुझसे चिपका रहेगा, इसलिए मैं उसको छुड़ाऊंगा. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. उसने मेरे नाम को जान लिया है, इसलिए मैं उसको ऊंचे स्थान में रखूंगा. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി വിൽക്കപ്പെട്ടെന്ന ബോധ്യത്തോടെ നീ മൂല്യനിർണയം ദിനവും നടത്തി ജീവിക്കുന്നെങ്കിൽ കൊലോസ്യർ 1:27 പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ ഇരിക്കും. प्रियो, यदि मैं और आप उस पहचान में कि मैं बिका हुआ हूं, मैं जीवन को व्यतीत करूंगा, तो मसीह जो महिमा की आशा है हम में निवास करेगी. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം അതിന്റെ 13 മുതൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു രസകരമായ ഒരു ചിത്രീകരണം കാണുവാൻ കഴിയും. प्रेरितों के कार्य 19 उसके 13वें अध्याय 13वें पद में हम कुछ बातों को देखते हैं. അല്ലെങ്കിൽ അവിടെ കാണുന്നു, സ്തോത്രം, സ്കേവായുടെ പുത്രന്മാർ യേശുവിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കാൻ പോയി. और प्रेरितों के कार्य 19वें अध्याय में 13वें पद से हम देखते हैं, वहां पर कुछ लोगों के बारे में लिखा है कि 14वें पद में स्किवा नामक एक प्रधान याजक के 7 पुत्र थे जो यीशु के नाम में दुष्ट आत्माओं को निकाला करते അതിന്റെ थे. 15-ാം വാക്യത്തിൽ വായിക്കാം. 15वें पद में, पर दुष्ट आत्मा ने उनको उत्तर दिया, यीशु को मैं जानती हूं, पौलुस को भी पहचानती हूं, परंतु तुम कौन हो? അടുത്ത വാക്യം. और उस मनुष्य ने जिसमें दुष्ट आत्मा थी उन पर लपक कर उन्हें वश में लाकर उन पर ऐसा उपद्रव किया कि वे नंगे और घायल होकर उस घर से निकल भागे. അവന്മാരുടെ മേൽ കയറി അവന്മാരെ അടിച്ച് ഒരു പരുവാക്കി ചിത്രവധം ചെയ്തു വിട്ടു. और हम देखते हैं कि वह दुष्ट आत्मा ने उन व्यक्तियों को अपने वश में लाकर उन पर उपद्रव किया, ऐसा 19 के 16 में लिखा है. ഇന്ന് പലരും നഗ്നരായി പോവുക, ഇന്ന് പലരും ലജ്ജിച്ചു പോവുക. എന്നിട്ട് പറയാ, യേശുവില്ലേ, ഓ ഇതൊന്നൊക്കെ ചുമ്മായാ. എടാ, ചുമ്മാ അല്ല. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ വിൽക്കപ്പെട്ടെന്ന ബോധ്യത്തോടെ ജീവിച്ചാൽ ഹല്ലേലൂയ പൗലോസിനെ എനിക്കറിയാമെന്ന് പിശാച് പറയുക. आप देखिए, आज बहुत तेरे लोगों की स्थिति यह है, यीशु के नाम से कई चीजें कर रहे हैं, लेकिन यीशु के साथ का एक रिश्ता उनके पास में नहीं है. वे बिक चुके हैं, यह एहसास उनको नहीं है. यहां देखिए, दुष्ट आत्मा कह रही है, यीशु को मैं जानती हूं, पौलुस को मैं जानती हूं, पर तू कौन है? കർത്താവിന്റെ ശക്തിയും പോയിട്ടില്ല,
കർത്താവിന്റെ ദാസന്മാരുടെ ശക്തിയും പോയിട്ടില്ല. പക്ഷേ ഞാൻ എനിക്കിത് തന്നെ ജീവിച്ചിട്ട് യേശുവിന്റെ നാമം അടുത്താൽ ഒന്നും നടക്കുകയില്ല. നീ നിരാശിതനായി അവസാനം പിന്മാറ്റക്കാരനായി പോകും. देखिए, प्रभु की सामर्थ आज भी उपलब्ध है. प्रभु अपने दासों को आज भी इस्तेमाल में लेना चाहता है, लेकिन यदि हम अपने बल पर आश्रित होकर अपने तरीके से चीजों को करने का प्रयास करेंगे, हमारे जीवन में हम पराजित हो जाएंगे, हम उलझ कर रह जाएंगे. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. प्रियो, हमें खरीदा गया है, हमें मोल लिया गया है. अब तुम मनुष्यों के दास न बनो. ഹല്ലേലൂയ. നമുക്ക് വെളിപ്പാട് പുസ്തകം 19 വരുമ്പോൾ നമുക്ക് എടുത്ത് വായിക്കാൻ സമയമില്ല. അവിടെ വായിക്കുന്നുണ്ട്, അല്ല ചില പാട്ടുകളൊക്കെ വീണ്ടെടുക്കപ്പെട്ടവർക്കേ പാടാൻ പറ്റൂ. और प्रकाशित वाक्य 19वें अध्याय में हम देखते हैं कुछ गीत हर व्यक्ति नहीं गा सकता. केवल उद्धार पाया हुआ, नया जन्म पाया हुआ व्यक्ति ही उन गीतों को गा सकता है. ഈ കൊറോണയുടെ കാലത്ത് എല്ലാവരും ദുഃഖഗീതം പാടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇതിന്റെ നടുവിലും സന്തോഷത്തിന്റെ പാട്ട് പാടുവാൻ ദൈവത്തിന്റെ മക്കളുടെ നാവിൽ പാട്ടുണ്ട്. प्रियो, इस कोरोना के माहौल में हर तरफ दुख का तांडव है, लेकिन ऐसे समयों में भी प्रभु अपने बच्चों के मुख में आनंद का गीत प्रकट करता है, प्रदान करता है. हमें यह समझना है. പ്രിയ സഹോദരങ്ങളെ, യേശു തന്റെ ജീവൻ കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി. प्रियो, यीशु ने अपना लहू देकर हमें खरीदा है. എന്നാൽ നാം യേശുവിന് വിൽക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? क्या हमें एहसास है कि हम बिके हुए हैं? നാം അവന് വേണ്ടിയാണോ ജീവിക്കുന്നത്? क्या हम उसके लिए जीवन व्यतीत कर रहे हैं? 1 കൊരിന്ത്യർ 8:5 വാക്യത്തിൽ പറയുന്നു. ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 8:5 വാക്യം. पहला कुरिन्थियों 8वां अध्याय उसका 5वां पद. यद्यपि आकाश में और पृथ्वी पर बहुत से ईश्वर कहलाते हैं, जैसा कि बहुत से ईश्वर और बहुत से प्रभु हैं, तो भी हमारे लिए तो एक ही परमेश्वर है, अर्थात पिता, जिसकी ओर से सब वस्तुएं हैं, और हम उसी के लिए हैं. और एक ही प्रभु है, अर्थात यीशु मसीह, जिसके द्वारा सब वस्तुएं हुई, और हम भी उसी के द्वारा है. നാം അവന് വേണ്ടി ജീവിക്കേണ്ടവരാ. हमें उसके लिए जीवन व्यतीत करना है. ഈ സഭായോഗത്തിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ഈ ഓൺലൈനിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, ഇന്ന് ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്തെ ഹല്ലേലൂയ മുദ്ര വെക്കപ്പെടട്ടെ. प्रियो, आज इस आराधना भवन से जब अभी आप घर की ओर जाओगे, जितने लोग ऑनलाइन हमें सुन रहे हैं, आपके अंदर पवित्र आत्मा इस पहचान की और आपकी आंखों की दृष्टि को प्रकाशित करने पा. ഞങ്ങൾ ആരും ഇവിടെ വന്നത് എന്തെങ്കിലും പെർഫോം ചെയ്യുവാനല്ല, ആരെയും കാണിക്കുവാനല്ല. എൻ്റെ ദൈവം തന്ന സന്ദേശം ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. और हम यहाँ पर किसी को कुछ दिखाने के लिए नहीं आए हैं, लेकिन प्रभु ने जो संदेश हमें दिया, उस संदेश को हम आप तक पहुंचाने के लिए आए हैं. നിങ്ങൾ വിൽക്കപ്പെട്ടവരാണ്. आप बिके हुए हैं. നിങ്ങൾ ഏത് ജാതിയോ ഗോത്രമോ ഭാഷയോ വംശമോ അത് വിഷയമല്ല. കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. हम कौन सी जाति के हैं, कौन से गोत्र के, कौन सी भाषा के, वह महत्वपूर्ण नहीं, लेकिन महत्वपूर्ण यह है हम सब यीशु मसीह के द्वारा खरीदे गए. എന്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി? നിങ്ങളുടെ ഗോത്രത്തിൽ നിങ്ങളെ കർത്താവിന് ആയുധമാക്കുവാൻ, നിങ്ങളുടെ ദേശത്തെ നിങ്ങളെ കർത്താവിന് ആയുധമാക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ കർത്താവിൻ്റെതായി നിർത്തുവാൻ. किस बात के लिए हमें खरीदा गया है? हमारे समाज में, हमारे परिवार के अंदर, हमारे गांव में, हमारे नगरों में यीशु मसीह के निमित्त खड़े रहने के लिए मुझे और आपको बुलाया गया है, खरीदा गया है. ആരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വിഷയമല്ല. സഭയിൽ എങ്ങനെ ആളുകൾ ഇരിക്കുന്ന വിഷയമല്ല. യോശുവ പറഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. कौन क्या कर रहा है, कैसे जी रहा है, कलीसिया में कौन किधर बैठा है, उस पर नहीं, लेकिन यह हमारा एक व्यक्तिगत निर्णय होना चाहिए. जिस प्रकार से यहोशू ने कहा, मैं और मेरा घराना यहोवा की उपासना करेंगे, ऐसा एक निर्णय मेरे और आपके जीवन में होना है. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. आइए हमारी आंखों को बंद करें, प्रभु के हाथों में अपने आप को ആ समर्पित വലിയ വിലയെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. और उस कीमत को जो प्रभु ने अदा किया मेरे लिए और आपके लिए, उसको याद करते प्रभु को हम धन्यवाद दें. നാം വിൽക്കപ്പെട്ടവരെന്ന ബോധ്യത്തോടെ, നമ്മൾ എല്ലാത്തിനും ഇനി കൈവശം മാത്രമേ ഉള്ളൂ എന്ന ബോധ്യത്തോടെ നമുക്കൊരു ജീവിതം നയിക്കാം. हम बिक चुके हैं, अब बातें हमारे हाथ में है, लेकिन हमारी नहीं है, उसका मालिक कोई और है. उस विश्वास के साथ में हम आगे बढ़ते रहें. ഇനിയുള്ള മൂല്യനിർണ്ണയങ്ങളിൽ
നാം പരാജയപ്പെടാൻ ജയിക്കുവാൻ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു. और हमारे जीवन के उन क्षेत्रों में जहां हमें मूल्य निर्धारण करना पड़ता है, वहां पर हम जयवंत होकर आगे बढ़ने के लिए प्रभु हमारी मदद करे. हालेलुया. आज की सुबह प्रभु के दास के द्वारा जो वचन हमारे बीच में आया, मैं चाहूंगा एक और बार हम अपने आप को प्रभु के हाथों में समर्पित करें. हम खरीदे गए हैं, हम खरीदे गए हैं. किसी ने कीमत को अदा किया है. अब हम बिक चुके हैं, अब हम बिक चुके हैं. हालेलुया, हालेलुया. जो बिक चुका है, अब उसके पास में मालिकाना हक नहीं है. जिसने खरीदा है उसके हाथ में मालिकाना हक है. हालेलुया. जितने लोगों ने आज इस वचन को समझा, अपने आप को एक बार और प्रभु के हाथों में समर्पित करें. मैं समझता हूं एक महत्वपूर्ण प्रकाशन जो मेरे और आपके जीवन को बदल देगा. मेरे और आपके व्यक्तिगत जीवन के अंदर, मसीही जिंदगी के अंदर हमारी मानसिकता को, हमारी विचारधारा को बदल देगा. पवित्र आत्मा हमसे बातचीत कर रहा था. पवित्र आत्मा हमें आगाह कर रहा था, हमें चिता रहा था. हमारे जीवन की प्राथमिकता क्रमों के अंदर यदि एक बदलाव की जरूरत है, तो आज की सुबह वो बदलाव हमारे जीवन के अंदर आए. प्रभु यीशु मसीह हमसे प्रेम करते हैं. प्रभु यीशु मसीह ने अपना लहू हमारे लिए बहा दिया ताकि हम अपने आप को उसके हाथों में समर्पित कर दें और हम उसके लिए जीवन को व्यतीत करें. आज सुबह जितने लोग यहाँ आए हैं, जितने लोग ऑनलाइन सुन रहे हैं, जो लोग आने वाले दिनों में इस संदेश को यूट्यूब में सुनेंगे, हम आप सभी के जीवनों को देखकर कहना चाहेंगे, प्रभु यीशु मसीह आपसे प्रेम करते हैं. प्रभु यीशु मसीह आपकी जिंदगी को बदलना चाहते हैं. शैतान की अधीनता से यीशु मसीह ने लहू देकर आपको अपने अधीनता में, अपने स्वामित्व में वो लाया है. उस बात को पहचानते हुए, प्रभु के अधीनता में अपने आप को सौंपते हुए, यदि मैं और आप जीवन यात्रा में आगे बढ़ेंगे, अद्भुत कार्यों को हम देख पाएंगे. आइए मिलकर प्रार्थना करें. हम अपने आप को प्रभु के हाथों में समर्पित करें. अनुग्रहकारी सामर्थ्य पिता परमेश्वर, हम आपको धन्यवाद देते हैं आज के सुंदर समय के लिए. आपके दासों को आपने हमारे मध्य में भेजा, वचन के द्वारा आपने हमसे बातचीत की. प्रभु होने देने पाए हमारे जीवन के अंदर हम समझ जाए हम अपने नहीं हैं, हम अब अपने नहीं रहे, हम बिक चुके हैं. हमारे प्रभु ने हमें खरीद लिया है. आज से हमारा जीवन प्रभु यीशु मसीह के कहे अनुसार उसके पद चिन्हों पर आत्मा की अगुवाई में, आत्मा के चलाए चलने के लिए आप में मदद करना. पिता, आपके सामर्थ्य हाथों में हर एक लोगों को हम सौंपते हैं. हर एक पर आपका अनुग्रह बना रहने पाए. हम इसमें विदा होते हैं. आपकी उपस्थिति हम सबके साथ में बने रहने पाए. सौंपते पिता, मदद कीजिए, मदद कीजिए. यीशु के नाम से मांगते हैं, आमीन.